അത് മലപ്പുറം കരുളായി നെടുങ്കയത്ത് രണ്ടു പെൺകുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിനെത്തിയ 6ാം ക്ലാസ് വിദ്യാർത്ഥി ഐഷ റുദ, 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ മുർഷിന എന്നിവരാണ് മരിച്ചത്. പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകും. സമീർ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? വിജയകുമാർ, ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. നിലമ്പൂർ കരുളായി നെടുങ്കയത്ത് കരിമ്പുഴയുടെ കടവിലാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നത്. ഈ പുഴയോട് ചേർന്ന് ഈ നെടുങ്കയം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സ്കൂളിലെ ഒരു ക്യാമ്പ്, സ്കൗട്ടിന്റെ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. ഈ ക്യാമ്പിന് ശേഷം വിദ്യാർത്ഥികൾ ഈ പുഴയിലേക്ക് കുളിക്കുന്നതിന് വേണ്ടി അധ്യാപകർക്കൊപ്പം പോയതായിരുന്നു. അതിനിടയിലാണ് മൂന്ന് വിദ്യാർത്ഥികൾ ഈ പുഴയിൽ മുങ്ങി താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഒരു വിദ്യാർത്ഥിയെ വനംവകുപ്പിന്റെ വാഹനത്തിന്റെ ഡ്രൈവർ രക്ഷപ്പെടുത്തി. മറ്റു 2 വിദ്യാർത്ഥികളായ ആയിഷ റുദ, ഒപ്പം തന്നെ ഫാത്തിമ മുർഷിന എന്നീ 2 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിപ്പോവുകയാണ് ഉണ്ടായെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവരെ ഉടൻ തന്നെ അധ്യാപകർ മറ്റുള്ളവരും ചേർന്ന് മുങ്ങിയെടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഈ നെടുങ്കയം ഈ കരിമ്പുഴയുടെ നെടുങ്കയം എന്ന് പറയുന്ന ഭാഗം വളരെ അപകടം നിറഞ്ഞൊരു ഭാഗമാണ്. ഈ വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോകുമ്പോൾ അധ്യാപകർ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ നൽകിയിരുന്നു. പക്ഷേ പ്രദേശവാസികൾ എന്ന് വെച്ചാൽ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കാരണം നേരത്തെ 8ഓളം ആളുകൾ മരിച്ച ഒരു കടവ് കൂടിയാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ അപകടം നിറഞ്ഞൊരു പ്രദേശമാണ്. വളരെ പെട്ടെന്ന് ഈ കുട്ടികൾ കുളിക്കുന്നതിനിടയിൽ ചുഴിയിലകപ്പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. സംഭവത്തിൽ വനംവകുപ്പ് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വിശദമായ അന്വേഷണത്തിനും അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും PCCF-നോടൊപ്പം തന്നെ HOF-നോടും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ കുട്ടികളുടെ മൃതദേഹം നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. വിജയകുമാർ, വളരെ അങ്ങേയറ്റം ദാരുണമായൊരു സംഭവം. ഈ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഈ അപകടത്തിന് തൊട്ട് മുമ്പ് വളരെ സന്തോഷത്തോടെ ആ കുട്ടികൾ ഈ ക്യാമ്പിൽ നിന്നും ആ പുഴയിലേക്ക് കുളിക്കാനൊക്കെ പോകുന്ന സമയത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിനുശേഷമാണ് അതിലെ 2 കുട്ടികൾ ആ പുഴയുടെ ആഴങ്ങളിൽ അകപ്പെട്ടു പോയത്. സമീർ, ഒരു കാര്യം കൂടി, ആ സമയത്ത് ഈ കുട്ടികളോടൊപ്പം അധ്യാപകരും ഒക്കെ ഉണ്ടാകണമല്ലോ. ഒരു സംഘമാണല്ലോ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ മാത്രം ഒറ്റപ്പെട്ടു പോവുകയും അവരെ രക്ഷപ്പെടുത്താൻ കഴിയാതിരിക്കുകയും ചെയ്തത് എങ്ങനെയെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, നമ്മൾ ഈ വിദ്യാർത്ഥികൾ പുഴയിലേക്ക് പോകുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ദൃശ്യങ്ങളിൽ അധ്യാപകർ കൃത്യമായി പറയുന്നുണ്ട്, ആ ഭാഗത്തേക്ക് പോകരുത്, ഈ ഭാഗത്തേക്ക് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കൃത്യമായി വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതാണ് അതിൽ കൃത്യമായി കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ കുളിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഈ ചുഴിയിൽ അകപ്പെട്ടതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് വളരെ പെട്ടെന്ന് ഇടപെടാൻ പ്രയാസമുണ്ടായിരുന്നു. ഏതാനും ചില വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് അത് പരാജയപ്പെടുകയും 2 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു ദാരുണമായ ഒരു അപകടവും ഉണ്ടായിരിക്കുന്നത്. കോട്ടക്കൽ MSM HSS-ലെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ ക്യാമ്പിന് വേണ്ടി ഈ നെടുങ്കയം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് എത്തിയത്. ക്യാമ്പിന്റെ അവസാന ദിനമായ ഇന്നാണ് ഇത്തരത്തിൽ വൈകുന്നേരത്തോടു കൂടി ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഇത്തരം ഒരു സന്തോഷത്തോടു കൂടി വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകേണ്ട ഒരു ക്യാമ്പും അതിന്റെ സമാപന ദിവസവും ഇത്തരം ഒരു കണ്ണീരിൽ കുളിച്ചൊരു ദിവസമായി മാറുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. 6ാം ക്ലാസ്സിലെയും ഒപ്പം തന്നെ 9ലെയും കുട്ടികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വിജയകുമാർ, മലപ്പുറം കരുളായി നെടുങ്കയത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത്. 2 പെൺകുട്ടികളാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിനെത്തിയ 6ാം ക്ലാസ് വിദ്യാർത്ഥി ഐഷ റുദ, 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ മുർഷിന എന്നിവരാണ് മരിച്ചത്. പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ചുഴിയിൽപ്പെട്ടു എന്നാണ് പ്രാഥമിക വിവരം. വിശദമായ അന്വേഷണത്തിന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ആ കുട്ടികൾ ആ പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്ന സമയത്തെ ദൃശ്യങ്ങളാണ്. അവരുടെ ക്യാമ്പ് ഇന്ന് അവസാനിക്കുകയായിരുന്നു. ക്യാമ്പൊക്കെ കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നതിന് മുമ്പാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്.